ഒരു സിമ്പിൾ പനീർ പാസ്ത ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഒരു കടായിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ, ഏത് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കുറച്ച് വെളുത്തുള്ളി, അത് നന്നായിട്ടൊന്ന് വഴറ്റുക. എന്നിട്ട് ഒരു സവാള, അതും ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആവുന്നതിന് വരെ ഒന്ന് വഴറ്റുക. എന്നിട്ട് 2 തക്കാളി, അതും ഒന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കം യൂസ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനൊരു കളർ ചേഞ്ചിന് വേണ്ടിയിട്ടാണ് പാസ്തയുടെ. കുറച്ച് ചില്ലി സോസ്, ചില്ലി ഫ്ലേക്സ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പൂടെ ഇടുക. അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. അത് എന്നിട്ടൊരു 2 to 3 മിനിറ്റ്സ് ഒന്ന് ലിഡ് ക്ലോസ് ചെയ്ത് നമുക്ക് വെക്കാം. വെള്ളം ഒന്ന് വറ്റിയതിന് ശേഷം നമുക്കത് ഗ്യാസ് സ്റ്റോപ്പിൽ നിന്ന് മാറ്റി തണുപ്പ് മാറ്റാനായിട്ട് വെക്കാം. എന്നിട്ടൊരു ബ്ലെൻഡർ ജാറിൽ ആ മിക്സ് എല്ലാം കൂടെ ഇടുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യുക. എന്നിട്ട് കുറച്ച് പനീറൂടെ അതിനകത്ത് ഇടണം. അതും ഞാൻ ഇച്ചിരി കൂടുതലായിട്ടേക്കുന്ന ഒരു ക്രീമി ടെക്സ്ചർ കൂടാൻ വേണ്ടിയിട്ട്. അപ്പം എന്നിട്ട് കുറച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. ആ മിക്സ് എല്ലാം കൂടി നമുക്ക് കടായിലോട്ട് തിരിച്ചു വിട്ട് ഒഴിക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒറിഗാനോ, ഞാനിപ്പോൾ അതാ ഇടുന്നത്, വേറെ ഹെർബ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് കുക്ക് ചെയ്ത് വെച്ച പാസ്ത ഇടുക, മിക്സ് ചെയ്യുക. നല്ലതായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ നിന്ന് അത് മാറ്റാം. എന്നിട്ട് നമുക്ക് പ്ലേറ്റ് ചെയ്യാം. കുറച്ച് ചീസ് കൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഒന്ന് ഗാർണിഷിന് വേണ്ടിയിട്ട്, പിന്നെ ഒരു മല്ലിയിലയും കൂടെ ഒന്ന് വെക്കുക. ബൈ.